നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. പാഷൻ ഫ്രൂട്ട് കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ? ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് പാഷൻ ഫ്രൂട്ട്. പ്രത്യേകിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഡയബറ്റീസ് കുറയ്ക്കാനും ഒക്കെ ഇത് ധാരാളമായി സഹായിക്കും. അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ചർമ്മത്തിനും. ഇതിൽ ധാരാളമായി വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിലുള്ള വരകളും ചുളിവുകളും ഒക്കെ മാറ്റി ചർമ്മം യുവത്വമുള്ളതാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാഷൻ ഫ്രൂട്ട് ഫേസ് പാക്കുമായിട്ടാണ്. എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും അറിയാനായിട്ട് വീഡിയോ കാണാം. പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ഫേസ് പാക്ക് തയ്യാറാക്കാൻ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. പ്രധാനമായിട്ട് വേണ്ടത് പാഷൻ ഫ്രൂട്ടാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കും. ചർമ്മം ഈർപ്പമുള്ളതാകുന്നതിനും ചുളിവുകൾ മാറുന്നതിനും പാഷൻ ഫ്രൂട്ട് നല്ലതാണ്. അടുത്തതായിട്ട് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ആക്നെ, മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതിനും അമിതമായി ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഓയിൽ ഇല്ലാതാക്കാനും മുൾട്ടാണി മിട്ടി സഹായിക്കും. ചർമ്മം നല്ല ബ്രൈറ്റ് ആയിരിക്കാനും ഇത് ഉപയോഗിച്ചാൽ മാത്രം മതിയാകും. അടുത്തതായിട്ട് വേണ്ടത് തേനാണ്. ചർമ്മത്തെ ഓയിലി ആകാതെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിനും ആക്നെ വരുന്നത് തടയുന്നതിനും തേൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് നമുക്ക് പാഷൻ ഫ്രൂട്ടിന്റെ കഴിക്കുന്ന ഭാഗം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. മുഴുവനായിട്ട് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് വിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കാം. മുൾട്ടാണി മിട്ടി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേനാണ് ആഡ് ചെയ്യാനുള്ളത്. 1 ടീസ്പൂൺ മുഴുവനായിട്ടും തേൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള കൺസിസ്റ്റൻസി കിട്ടുന്നതിനായിട്ട് തേൻ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇനി മുഖത്ത് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. ഇത് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് മുഖം നല്ല വൃത്തിയായി കഴുകുക. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മുടെ ഈ പാക്ക് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്ത് പാക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ കൈയുടെ പുറകിലൊക്കെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി അതിനുശേഷം കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടാൽ മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത പാക്കാണിത്. മുഖത്തെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മുഖത്ത് ഉണങ്ങാനായിട്ട് വിടാം. മുഖത്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് കഴുകി മാറ്റേണ്ടത്. മുഖം ഉണങ്ങിയിട്ട് കഴുകി മാറ്റിയിട്ടുണ്ട്. ആ ഒരു ബ്രൈറ്റ്നെസ് മനസ്സിലാകുന്നുണ്ടാകും. നല്ല ഒരു ഡിഫറൻസ് ഉണ്ട് ആദ്യത്തേതിനേക്കാളും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു തണുപ്പ് മുഖത്തിന് അനുഭവപ്പെടും. മുഖം നല്ല ബ്രൈറ്റ് ആകാനും സോഫ്റ്റ് ആകാനും അതുപോലെ ഗ്ലോ ആയിട്ടിരിക്കാനും ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിലിത് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.